ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 273 വാല്യം 6. ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നു. നേരം സന്ധ്യയായി വരുന്നു. വൃക്ഷനിബിഡമായ മലയിലേക്കുള്ള വഴി കാണാൻ കഴിയുന്നില്ല. വൃക്ഷങ്ങൾ ഒലിവാണെന്ന് തോന്നുന്നു. വെളിച്ചം മങ്ങിയതിനാൽ നിശ്ചയം പോരാ. വൃക്ഷങ്ങൾക്ക് അധികം ഉയരമില്ല. ഇടതൂർന്ന ഇലകളും പിരിഞ്ഞിരിക്കുന്ന തടിയും ഒലിവാണെന്ന് കാണിക്കുന്നു. ഈശോ ഒറ്റയ്ക്കാണുള്ളത്. ഒരു വെള്ള അങ്കിയും നീല നിറമുള്ള മേലങ്കിയുമാണ് ഈശോ ധരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് വൃക്ഷങ്ങളുടെ ഇടയിലേക്ക് നടന്നു പോകുന്നു. ദൃഢനിശ്ചയത്തോടെ കാൽ നീട്ടിയാണ് ചൂടുവയ്ക്കുന്നതെങ്കിലും സാവധാനത്തിലാണ് നടപ്പ്. കുറെ ദൂരം നടന്ന് തടാകത്തിന് അഭിമുഖമായ ഒരു പരന്ന പടിയിലെത്തി. ജ്വലിക്കുന്ന കണ്ണുകൾ പോലെയുള്ള നക്ഷത്രങ്ങളുടെ പ്രകാശത്തിൽ ആ സ്ഥലം ശാന്തസുന്ദരമാണ്. നിശബ്ദത ഈശോയെ വലയം ചെയ്തിരിക്കുന്നു. അത് ജനക്കൂട്ടത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഈശോയെ വേർപെടുത്തുന്നു. എല്ലാം മറക്കുന്നതിനും സഹായിക്കുന്നു. ആകാശം ദൈവത്തിന്റെ വചനത്തെ ആരാധിക്കാൻ താണിറങ്ങുന്നത് പോലെയും അതിലെ നക്ഷത്രങ്ങളുടെ പ്രകാശത്താൽ അവനെ തഴുകുന്നത് പോലെയും തോന്നിക്കുകയാണ്. ഈശോ പതിവുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നു. കുരിശാകൃതിയിൽ കൈകൾ വിരിച്ചു പിടിച്ചു നിൽക്കുന്നു. ഈശോയുടെ പിന്നിൽ ഒരു ഒലിവ് വൃക്ഷമുണ്ട്. അതിൻ്റെ കറുത്ത തടിയിലേക്ക് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞ പോലെ തോന്നും. ഈശോയ്ക്ക് നല്ല ഉയരമുള്ളതുകൊണ്ട് വൃക്ഷത്തിൻ്റെ ഇലകളുള്ള ശിഖരങ്ങൾ ഈശോയുടെ ശിരസിന് അല്പം മുകളിലായി മാത്രം കാണപ്പെടുന്നു. കുരിശിൻ്റെ ലേഖനത്തിൻ്റെ സ്ഥാനത്ത് അവയാണുള്ളത്. അന്ന് യൂദന്മാരുടെ രാജാവ് എന്നെഴുതി വച്ചു. ഇവിടെ സമാധാനത്തിൻ്റെ രാജാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സമാധാനത്തിൻ്റെ പ്രതീകമായ ഒലിവ് വൃക്ഷം സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട് അതാണ് പറയുന്നത്. ഈശോ കുറേയധികം സമയം പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഒരു വൃക്ഷത്തിൻ ചുവട്ടിൽ പൊന്തി നിൽക്കുന്ന ഒരു തടിച്ച വേരിന്മേൽ ഇരിക്കുന്നു. കൈമുട്ടുകൾ കാൽമുട്ടിന്മേൽ ഊന്നി കൈകൾ കോർത്തു പിടിച്ച് സാധാരണ ചെയ്യാറുള്ളതുപോലെ ഇരുന്ന് ധ്യാനിക്കുകയാണ്. എന്തായിരിക്കും പിതാവിനോടും അരൂപിയോടുമുള്ള സംഭാഷണം എന്ന് ഞാൻ വിസ്മയത്തോടെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഏകനായതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കാൻ സാധിക്കുന്നു. ദൈവം ദൈവത്തോടുകൂടെ. പല മണിക്കൂറുകൾ അങ്ങനെ കടന്നുപോയി കാണണം. നക്ഷത്രങ്ങൾ സ്ഥാനം മാറിയിട്ടുണ്ട്. പലതും പടിഞ്ഞാറ് അസ്തമിച്ചു. കിഴക്കേ ചക്രവാളത്തിൽ പ്രഭ വീശി തുടങ്ങിയപ്പോൾ ഒരു കാറ്റ് ഒലിവിൻ്റെ ഇലകളെ ചലിപ്പിക്കുന്നു. ഉടനെ തന്നെ ശാന്തമായി. സ്വല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും കാറ്റ്. ഇടയ്ക്കിടെ അത് ശക്തമാകുന്നുണ്ട്. ആകാശത്ത് പരന്നിരിക്കുന്ന കാർമേഘം നിമിത്തം പ്രഭാതരശ്മികൾ കടന്നു വരുന്നതിന് ബുദ്ധിമുട്ട്. ശക്തമായ കാറ്റ് കാർമേഘത്തെ ചിതറിച്ചു. തടാകം ഒട്ടും ശാന്തമല്ല. മുമ്പ് ഞാൻ കണ്ട കൊടുങ്കാറ്റ് പോലെ ശക്തമായ കാറ്റുണ്ടാകുവാനുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. അല്പം മുമ്പ് വരെ ശാന്തമായിരുന്ന അന്തരീക്ഷം ആകെ മാറി. ഇടതൂർന്ന ചില്ലകളുടെ ശബ്ദവും തടാകത്തിന്റെ അലർച്ചയും അല്പം മുമ്പ് വരെ ശാന്തമായിരുന്ന അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഈശോ ധ്യാനത്തിൽ നിന്നുണർന്നു. എഴുന്നേറ്റ് തടാകത്തിലേക്ക് നോക്കി. അവശേഷിക്കുന്ന നക്ഷത്രങ്ങളുടെയും അടുത്തു വരുന്ന പ്രഭാതത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ നിരീക്ഷണം ചെയ്യുകയാണ്. എതിർവശത്തുള്ള തീരത്തോടടുക്കുന്നതിന് കഠിന പരിശ്രമം ചെയ്യുന്ന പത്രോസിനെ കാണുന്നു. ഉടനെ തന്നെ മേലങ്കി വലിച്ചു ചുറ്റി തലയിൽ കൂടി എടുത്ത് ഒരു തലപ്പാവ് പോലെ ഉറപ്പിച്ചു. താഴേക്കുള്ള ഭാഗം കാലിൽ തട്ടാത്ത വിധത്തിലാക്കി ഓടുകയാണ്. കയറി വന്ന വഴിയിലൂടെ അല്ല, കിഴുക്കാൻ തൂക്കായ പാതയിലൂടെ നേരെ തടാകത്തിലേക്ക്. പറക്കുകയാണെന്ന് തോന്നിക്കും വിധം അത്ര വേഗത്തിലാണ് ഓടുന്നത്. നനഞ്ഞു കിടക്കുന്ന തീരത്തെത്തിയപ്പോൾ വേഗത്തിൽ നടക്കുകയാണ്. അസ്തമിക്കാറായ നക്ഷത്രങ്ങളുടെ വെളിച്ചം ഈശോയിൽ കേന്ദ്രീകരിച്ചതുപോലെ തോന്നുന്നു. ആ വെളിച്ചത്തിൽ ഈശോയുടെ രൂപം പ്രശോഭിക്കുന്നുണ്ട്. ഈശോ തിരമാലകളുടെ മീതെ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പറക്കുന്നു. മേലങ്കി ചുരുട്ടി വച്ചിരിക്കുകയാണെങ്കിലും വീർത്ത് ചിറകുപോലെ ആയിട്ടുണ്ട്. അപ്പസ്തോലന്മാർ ഇത് കാണുന്നു. അവരെല്ലാം ഭയപ്പെട്ട് കരയുന്നു. കാറ്റ് ആ ശബ്ദം ഈശോയുടെ കാതുകളിൽ എത്തിച്ചു.
ഭയപ്പെടേണ്ട, ഞാനാണ്. ഈശോയുടെ ശബ്ദം തടാകത്തിന് മീതെ അങ്ങെത്തി. ഇത് വാസ്തവത്തിൽ നീയാണെങ്കിൽ? പത്രോസ് ചോദിക്കുന്നു. ഇത് നീയാണെങ്കിൽ നിന്നെപ്പോലെ വെള്ളത്തിന് മീതെ നടന്ന് നിന്റെ അടുക്കൽ വരാൻ എന്നോട് പറയുക. ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, വരൂ. വെള്ളത്തിന് മീതെ നടക്കുന്നത് വെറും സ്വാഭാവികമെന്ന മട്ടിലാണ് ഈശോ പറഞ്ഞത്. പത്രോസ് അർത്ഥനഗ്നനാണ്. ഒരു ചെറിയ ഉൾവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അയാൾ വള്ളത്തിൽ നിന്ന് തടാകത്തിലേക്ക് ചാടി ഈശോയുടെ അടുത്തേക്ക് നടക്കുന്നു. 9 വാര പിന്നിട്ടപ്പോൾ ഭയപ്പെടാൻ തുടങ്ങി. വള്ളത്തിൻ്റെയും ഈശോയുടെയും അടുത്ത് നിന്ന് തുല്യ അകലത്തിലാണ് ഇപ്പോൾ. സ്നേഹത്തിൻ്റെ ശക്തിയാണ് ഇതുവരെ പത്രോസിനെ താങ്ങിയത്. എന്നാൽ ഇപ്പോൾ മനുഷ്യപ്രകൃതി അവനെ കീഴ്പ്പെടുത്തുന്നു. ഭയമായി തെറ്റുന്ന തടയിലൂടെ എന്ന പോലെ ഉഴറാനും തപ്പിത്തടയാനും മുങ്ങാനും തുടങ്ങുകയാണ്. കൂടുതൽ തപ്പിത്തടയും തോറും കൂടുതൽ മുങ്ങുന്നു. ഈശോ നിന്ന് അവനെ നോക്കുന്നുണ്ട്. എങ്കിലും ഗൗരവത്തോടെ കാത്തു നിൽക്കുകയാണ്. ഒരു കൈ നീട്ടുക പോലും ചെയ്യുന്നില്ല. കൈ കെട്ടിയാണ് നിൽക്കുന്നത്. ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കുകയോ ഒരു വാക്ക് ഉച്ചരിക്കുകയോ ചെയ്യുന്നില്ല. പത്രോസ് താഴാൻ തുടങ്ങി. പാദവും മുഴങ്കാലും മുട്ടുകളും വെള്ളത്തിലായി. വെള്ളം ഇപ്പോൾ അരവരെ എത്തി. മുഖത്ത് സംഭ്രമം, ഭീതി ചിന്തകളെ മരവിപ്പിച്ചു. ഭയം കൊണ്ട് വെറും മാംസപിണ്ഡമായി. നീന്താൻ പോലും അവന് തോന്നുന്നില്ല. ആകെ ഭയന്ന് വിറയൽ. അവസാനം ഈശോയെ നോക്കി. നോക്കിയ ഉടൻ വിവേചനമുണ്ടായി. രക്ഷ എവിടെയാണെന്ന് മനസ്സിലായി. ഗുരുവേ, എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഈശോ കാറ്റിൽ വഹിക്കപ്പെടുന്നത് പോലെ, തിരമാലകളാൽ ആവഹിക്കപ്പെടുന്ന പോലെ അപ്പസ്തോലന്റെ അടുത്തേക്ക് വേഗം ചെന്ന് കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അവിശ്വാസിയായ മനുഷ്യ, നീ എന്തുകൊണ്ട് സംശയിച്ചു? നിനക്ക് തന്നെ അത് ചെയ്യാമെന്ന് എന്തുകൊണ്ട് നീ ചിന്തിച്ചു? ഭയന്ന് വിറച്ച് ഈശോയുടെ കയ്യിൽ പിടിക്കുന്ന പത്രോസ് മറുപടിയൊന്നും പറയുന്നില്ല. അവശേഷിക്കുന്ന ഭയവും മനസ്സിലുയർന്ന പശ്ചാത്താപവും ഇടകലർന്ന ഭാവത്തിൽ ദേഷ്യം വന്നോ എന്നറിയാൻ ഈശോയെ നോക്കുന്നു. വള്ളത്തിൽ എത്തുന്നതുവരെ പത്രോസിന്റെ കയ്യിൽ പിടിച്ച് പുഞ്ചിരിയോടെ ഈശോ നടക്കുന്നു. വള്ളത്തിൽ കയറിയ ഉടനെ ഈശോ കൽപ്പിക്കുന്നു, തീരത്തേക്ക് പോവുക. ഇവൻ ആകെ കുതിർന്നു പോയി. വളരെ സംയമനത്തോടെ നിൽക്കുന്ന അപ്പസ്തോലന്മാരെ നോക്കി ഈശോ പുഞ്ചിരി തൂകുന്നു. തിരമാലകൾ ശാന്തമായി. കരയ്ക്കിറങ്ങുക എളുപ്പമായി തീർന്നു. ദർശനം അവസാനിച്ചു. ഈശോ പറയുന്നു, എൻ്റെ മക്കൾ അപകടത്തിലായിരിക്കുന്നെന്ന് കാണുമ്പോൾ പലപ്പോഴും എന്നെ വിളിക്കാൻ പോലും ഞാൻ കാത്തു നിൽക്കാറില്ല. എന്നോട് കൃതജ്ഞത കാണിക്കാത്ത ഒരു മകനെ സഹായിക്കാൻ പലപ്പോഴും ഞാൻ വേഗത്തിൽ എത്താറുണ്ട്. നിങ്ങൾ ഉറക്കമാണ്, അഥവാ ജീവിതത്തിൻ്റെ വിഷമതകളും ഉത്കണ്ഠകളും കൊണ്ട് ബന്ധിതരാണ്. ഞാൻ നിങ്ങളെ നോക്കുകയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരുടെയും ദൂതനാണ് ഞാൻ. നിങ്ങളെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കാതെ വരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. കാരണം ഞാൻ ഇടപെടാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നതിലാണ് താല്പര്യം. അതിനേക്കാൾ ഹീനമായിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ ദുഷ്ടാരൂപിയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നതാണ്. ഇത് എനിക്ക് നിന്നോട് സ്നേഹമില്ല, എനിക്ക് നിന്നെ വേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ഒരു മകൻ സ്വന്തം അപ്പനോട് പറയുന്നത് പോലെയാണ്. ദൂരെ പോകൂ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നില്ലായിരിക്കാം. ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾ കൊണ്ടായിരിക്കാം നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരായി തീരുന്നത്. അപ്പോഴും നിങ്ങളെ തന്നെ വിളിക്കാൻ കാത്തു നിൽക്കാത്ത നിത്യകാവൽക്കാരനാണ് ഞാൻ. ഒരു വാക്ക് നിങ്ങൾ പറയാൻ ഞാൻ കാത്തു നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എന്നെ വിളിക്കുന്നത് കേൾക്കാൻ മാത്രമാണ്. മനുഷ്യർ എന്നെ വിളിക്കുന്നത് കേൾക്കുക എത്ര ഇമ്പകരവും എത്ര മാധുര്യം നിറഞ്ഞതുമാകുന്നു. ഞാൻ രക്ഷകനാണെന്നുള്ളത് അവർ ഓർക്കുന്നുണ്ടല്ലോ എന്നത് കേൾക്കുക ആനന്ദം തന്നെ. പ്രത്യേക ആവശ്യം ഇല്ലാത്തപ്പോൾ ഒരാൾ എന്നെ സ്നേഹിക്കുകയും എന്നെ വിളിക്കുകയും ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന അപാരമായ സന്തോഷവും മഹത്വവും എത്രയാണെന്ന് പറയാൻ പറ്റില്ല.
അങ്ങനെ ഒരാൾ വിളിക്കുന്നതിൻ്റെ കാരണം അയാൾ ലോകത്തിലുള്ള മറ്റാരെയേക്കാൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഈശോ ഈശോ എന്ന് വിളിക്കുന്നത് അയാളെ സന്തോഷം കൊണ്ട് എന്നെപ്പോലെ തന്നെ നിറയ്ക്കുന്നതിനാലുമാണ്. കുട്ടികൾ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നത് പോലെ. അപ്പോൾ തേനിൻ്റെ മാധുര്യമാണ് അവരുടെ അധരങ്ങളിൽ. കാരണം അമ്മേ എന്ന വാക്കിൽ തന്നെ അമ്മയുടെ ചുംബനത്തിൻ്റെ മാധുര്യമുണ്ട്. കഫർനാമിലേക്ക് പോകുവാൻ ഞാൻ പറഞ്ഞത് അനുസരിച്ചാണ് അപ്പസ്തോലന്മാർ തുഴഞ്ഞത്. അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതത്തിന് ശേഷം ഞാൻ തനിച്ചു മാറിപ്പോയത് ജനക്കൂട്ടത്തോടുള്ള നിന്ന കൊണ്ടോ ക്ഷീണം നിമിത്തമോ അല്ല. ഞാൻ ഒരിക്കലും മനുഷ്യരെ അവർ എന്നോട് നന്നായി പെരുമാറാത്തപ്പോൾ പോലും നിന്ദിക്കുകയില്ല. നിയമങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ, ദൈവഭവനം അശുദ്ധമാക്കപ്പെടുമ്പോൾ എനിക്ക് കോപമുണ്ട്. പിതാവിൻ്റെ താല്പര്യമാണ് അതിൽ എനിക്ക് പരിഗണന, എൻ്റേതല്ല. ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷകരിൽ ഒന്നാമനായിട്ടാണ്. സ്വർഗസ്ഥനായ പിതാവിനെ സേവിക്കുവാനാണ് ഞാൻ വന്നത്. വിരസമായ ജനക്കൂട്ടത്തെ കാണുമ്പോൾ പോലും അവർക്കായി എന്നെ തന്നെ അർപ്പിക്കുന്നതിൽ ഒരിക്കലും ഞാൻ ക്ഷീണിതനായിട്ടില്ല. തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ ഏറ്റവും ആത്മവിശ്വാസമുള്ളവരെ പോലും മടുപ്പിക്കുന്ന രീതിയിലുള്ള മന്ദതയും മടിയും മാനുഷികതയും കാണുമ്പോൾ പോലും ഞാൻ അത് കണ്ട് പിന്മാറിയിട്ടില്ല. നേരെ മറിച്ച് അവരുടെ കുറവ് കാണുന്നിടത്ത് ഞാൻ എൻ്റെ അധ്വാനം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നോക്കമായുള്ള വിദ്യാർത്ഥികളോട് സമർത്ഥനായ അധ്യാപകൻ പെരുമാറുന്നത് പോലെ അവരെ ഏറ്റവും ആദ്യത്തെ പാഠങ്ങൾ മുതൽ പഠിപ്പിച്ചു. ആദ്യ അക്ഷരങ്ങൾ അവരുടെ കൈ പിടിച്ച് എഴുതിപ്പിച്ചു. അങ്ങനെ എഴുതാനും ഗ്രഹിക്കാനും പഠിപ്പിച്ചു. ജനക്കൂട്ടങ്ങൾക്ക് എത്രയധികം സ്നേഹം ഞാൻ നൽകി. അരൂപിയിലേക്ക് അവരെ നയിക്കുന്നതിന് മാംസത്തിൽ ഞാൻ ആരംഭിച്ചു. ഞാനും മാംസത്തിലാണല്ലോ ആരംഭിച്ചത്. സാത്താൻ മാംസത്തിലൂടെ നരകത്തിലേക്ക് അവരെ നയിക്കുമ്പോൾ ഞാൻ അവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. അപ്പത്തിൻ്റെ അത്ഭുതത്തിന് പിതാവിന് നന്ദി പറയുവാനാണ് ഞാൻ ഏകാന്തത ആഗ്രഹിച്ചത്. കർത്താവിന് നന്ദി എന്ന് പറയാൻ ഞാൻ അവരെ ഉദ്ബോധിപ്പിച്ചു. ആയിരങ്ങൾക്കാണ് ഭക്ഷണം നൽകപ്പെട്ടത്. പക്ഷേ മനുഷ്യർക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞാൽ നന്ദി എന്ന് പറയാൻ അവർ മറന്നു പോകുന്നു. അവർക്ക് വേണ്ടി ഞാൻ അത് പറഞ്ഞു. അതിനുശേഷം പിതാവിനോട് ഞാൻ ഒന്നായി തീർന്നു. അവൻ്റെ സ്നേഹത്തിനായി ഞാൻ പരിധിയില്ലാത്ത വിധത്തിൽ ആഗ്രഹിച്ചു. അത് കിട്ടാത്തതിൻ്റെ അസുഖം വളരെ വലുതായിരുന്നു. ഞാൻ ഭൂമിയിലായിരുന്നു, എന്നാൽ അത് ജീവനില്ലാത്ത ഒരു തൂവൽ പോലെ മാത്രം. എൻ്റെ ആത്മാവ് പിതാവിങ്കിലേക്ക് പാഞ്ഞു പോയിരുന്നു. പിതാവ് വചനത്തിൻ്റെ മേൽ ചാരിയിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധനായ പിതാവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പിതാവിനോട് പറയുന്നത് ഒരാനന്ദമായിരുന്നു. ദൈവമെന്ന നിലയിൽ തന്നെയല്ല, മനുഷ്യനെന്ന നിലയിലും അങ്ങനെ പറയുന്നത് ഒരു സന്തോഷമായിരുന്നു. ദൈവമെന്ന നിലയിൽ എനിക്കുള്ള സ്നേഹത്തുടിപ്പുകൾ ഞാൻ അർപ്പിച്ചപ്പോൾ മാനുഷിക എൻ്റെ വികാരങ്ങളെ ഞാൻ എളിയതാക്കുകയാണ് ചെയ്തത്. ദൈവത്തെ അല്പമെങ്കിലും സ്നേഹിക്കാൻ കഴിവുള്ളവരുടെ സ്നേഹത്തെ, എല്ലാ മനുഷ്യരുടെയും സ്നേഹത്തെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാനെന്ന് തോന്നി. മനുഷ്യൻ, അതായത് മനുഷ്യവർഗം ഒരിക്കൽ കൂടെ ദൈവത്തോട് സംഭാഷണം ചെയ്യുന്നത് പോലെ പാപമില്ലാതിരുന്ന നാളുകളിലെ കുളിർമയുള്ള സന്ധ്യാസമയം പോലെ. എൻ്റെ സൗഭാഗ്യം സ്നേഹത്തിൻ്റെതായിരുന്നതിനാൽ പരിപൂർണമായിരുന്നു. എങ്കിലും മനുഷ്യരുടെ ആവശ്യങ്ങളിൽ നിന്ന് എന്നെ അത് വേർപെടുത്തിയില്ല. തടാകത്തിലായിരുന്ന എൻ്റെ മക്കളുടെ ആപത്ത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ സ്നേഹത്തിനു വേണ്ടി സ്നേഹം ഞാൻ ഉപേക്ഷിച്ചു. ഉപവി വേഗം സഹായിക്കുന്നതായിരിക്കണം. ഞാനൊരു പ്രേതമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഭയപ്പെടുത്തുന്ന ഒന്ന്. നിങ്ങൾ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എന്നെ വേഗത്തിൽ തിരിച്ചറിയുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വേറെ പ്രേതങ്ങളാണുള്ളത്. അത് നിങ്ങളുടെ ബോധത്തെ മയക്കും.
എന്നാലും ഞാൻ എന്നെ തന്നെ അറിയിച്ചു തരുന്നു. ഓ, നിങ്ങൾ എന്നെ ശ്രവിച്ചിരുന്നെങ്കിൽ. അത്രയും ദൂരം നടന്ന ശേഷം പത്രോസ് എന്തുകൊണ്ടാണ് മുങ്ങാൻ തുടങ്ങിയത്? നീ അതിനുത്തരം പറഞ്ഞു. കാരണം അവന്റെ മാനുഷികത അരൂപിയെ കവിഞ്ഞുപോയി. പത്രോസ് വളരെയധികം വെറും മനുഷ്യനായിപ്പോയി. അവന്റെ സ്ഥാനത്ത് ജോൺ ആയിരുന്നുവെങ്കിൽ അമിതമായ തുനിവ് കാണിക്കുകയോ മനസ്സ് മാറ്റുകയോ ചെയ്യുമായിരുന്നില്ല. പരിശുദ്ധി വിവേകവും ശക്തിയും പ്രദാനം ചെയ്യുന്നു. പത്രോസ് പൂർണ്ണമായ അർത്ഥത്തിൽ മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെ വെല്ലുന്നതിന് അയാൾ വെമ്പൽ കൊണ്ടു. അവൻ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരുത്തനും ഗുരുവിനെ സ്നേഹിക്കുന്നില്ലെന്ന് കാണിച്ചു കൊടുക്കുവാൻ നോക്കി. അവനെ തന്നെ ഒന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവൻ എനിക്കുള്ളവൻ ആയതുകൊണ്ട് മാംസത്തിന്റെ ബലഹീനതയിൽ നിന്ന് വിമുക്തനായിട്ടുണ്ടെന്നും കരുതി. എന്നാൽ പാവം സൈമൺ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവയുടെ ഫലം ശ്രേഷ്ഠതയിൽ നിന്ന് എത്ര അകലെയായിപ്പോയി. എങ്കിലും അതാവശ്യമായിരുന്നു. കാരണം പിന്നീട് ഉദിച്ചുയരുന്ന എൻ്റെ സഭയിൽ ഗുരുവിൻ്റെ കാരുണ്യം തുടർന്ന് നിലനിർത്താനുള്ളത് അവനായിരുന്നല്ലോ. പത്രോസിന് അപകടത്തിലായ അവന്റെ ജീവനെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല ഉണ്ടായിരുന്നത്. നീ പറഞ്ഞതുപോലെ അയാൾ വിറയ്ക്കുന്ന മാംസം മാത്രമായി തീർന്നു. അവൻ ചിന്തിക്കുന്നതേയില്ല, നോക്കുന്നുമില്ല. നിങ്ങളും എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആപത്ത് എത്ര സമീപത്താണോ അത്രയും നിങ്ങൾ തന്നെത്താൻ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്ന മട്ടിലാണ്. നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നു. നിങ്ങളുടെ ഹൃദയം എനിക്കെതിരായി അടച്ചു കളയുന്നു. ചിലപ്പോൾ എന്നെ ശപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പ്രത്യാശയോടെ വിളിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പത്രോസ് എന്നെ ശപിച്ചില്ല, പക്ഷേ എന്നെ മറന്നുപോയി. അവന്റെ അരൂപിയെ എന്നിലേക്ക് തിരിക്കാൻ എൻ്റെ മനസ്സ് അവനിലേക്ക് ഹോമിച്ച് കടത്തിവിടാൻ ആവശ്യം നേരിട്ടു. അവന്റെ ഗുരുവും രക്ഷകനുമായവനെ ഒന്ന് നോക്കുന്നതിനു വേണ്ടി. അവന്റെ സംശയമാകുന്ന പാപം ഞാൻ മുൻകൂട്ടി പൊറുക്കുന്നു. കാരണം ഞാൻ അയാളെ സ്നേഹിക്കുന്നു. വികാരത്തിന്റെ ഈ മനുഷ്യൻ ഒരിക്കൽ പ്രസാദവരത്തിൽ ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ തടസ്സങ്ങളും ക്ഷീണവും കൂടാതെ രക്തസാക്ഷിത്വം വരെ മുമ്പോട്ട് പോയിക്കൊള്ളും. ഗുരുവിന് ആത്മാക്കളെ നേടിക്കൊടുക്കുന്നതിന് അവന്റെ മൗതികമായ വല ഇടുന്നതിൽ ഒരിക്കലും അവൻ ക്ഷീണിതനാവുകയില്ല. അവൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നടക്കുകയല്ല, പറക്കുകയാണ് ചെയ്യുന്നത്. അവനെ സഹായിച്ച് മുറുകെ പിടിച്ച് രക്ഷയിലേക്ക് ഞാൻ ആനയിക്കും. ഞാൻ വളരെ മയത്തിലാണ് അവനെ ശാസിക്കുന്നത്. കാരണം പത്രോസിന്റെ ദുർബലമായ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടുള്ളവരിലും ഇപ്പോഴുള്ളവരിലും വച്ച് ഏറ്റവും നല്ല വക്കീലും ഏറ്റവും നല്ല ജഡ്ജിയും ഞാനാണ്. എല്ലാവർക്കും ഞാൻ അങ്ങനെ തന്നെ. നിങ്ങളുടെ ആത്മാക്കളിലെ ജലം ശുദ്ധി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞഴുക്കാകാനാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം. സാരമില്ല, നിത്യനായ രക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. രക്ഷിക്കപ്പെടാൻ ലോകത്തിന് ആഗ്രഹമില്ലാത്തതിനാൽ ലോകത്തെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കയില്ലായിരിക്കാം. എന്നാലും ഞാൻ സ്നേഹിക്കപ്പെടേണ്ടതുപോലെ എന്നെ സ്നേഹിക്കുന്നതിന് ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കുന്നവരെ ഞാൻ ലോകത്തിൽ നിന്ന് രക്ഷിക്കും.